തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഉപകരണ പ്രതിസന്ധിക്ക് പരിഹാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം എത്തിച്ചു. ചെന്നൈയിൽ നിന്നുള്ള ഉപകരണം ഇന്നെത്തും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉപകരണങ്ങൾ വാങ്ങി നൽകിയിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, വലിയ ആശ്വാസമാണ് ഉപകരണങ്ങൾ എത്തുന്നു ആശുപത്രിയിലേക്ക് എന്നുള്ളത്. ശസ്ത്രക്രിയകളൊക്കെ ഇന്ന് തന്നെ പുനരാരംഭിക്കുമോ? ആര്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ ഏറ്റവും അഭിമാന സ്തംഭമായി നിൽക്കുന്ന ഒരു ആശുപത്രിയിൽ ഇന്നലെ ശസ്ത്രക്രിയകൾ മുടങ്ങി. അതും യൂറിട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഇല്ലാത്തതിനാൽ ഇന്നലെ OP മാത്രമാണ് യൂറോളജി വിഭാഗത്തിൽ നടന്നത്. മറ്റ് ശസ്ത്രക്രിയകളൊന്നും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ അത് വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് യൂറിട്രോസ്കോപ്പ് എത്തിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് 160 കോടി രൂപയാണ് കുടിശ്ശികയായി ആരോഗ്യവകുപ്പ് നൽകാനുള്ളത്. അത് നൽകിയിട്ടില്ല. അത് നൽകിയാൽ മാത്രമേ, അതിൽ 100 കോടിയെങ്കിലും നൽകിയാൽ മാത്രമേ വീണ്ടും ഉപകരണങ്ങൾ വിതരണം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ വിതരണക്കാർ വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥയുണ്ടായത്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് ഈ ഉപകരണം എത്തിച്ചത്. ഇനിയിപ്പോൾ കൂടുതൽ ഉപകരണം വേണമെങ്കിൽ അത് ചെന്നൈയിൽ നിന്നും ഇന്ന് വൈകുന്നേരം തന്നെ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിവാകുന്നത്. ഇന്നലെ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. യൂറോളജി വിഭാഗത്തിന്റെ മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച പല വിഷയങ്ങളുമുണ്ട്. ഹാരിസ് ചിറക്കൽ കത്തിൽ എഴുതി ആവശ്യപ്പെട്ടതാണ് ഇത്തരം ഉപകരണങ്ങളൊക്കെ വേണമെന്നുള്ള കാര്യം. അതൊന്നും നടപ്പായില്ല. അപ്പോൾ ആ പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം സൂപ്രണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെ അറിയിച്ചത്, പ്രിൻസിപ്പളിനെ അറിയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും പ്രതിസന്ധി ഇല്ലാത്ത കാര്യങ്ങൾ നടന്നു പോകുന്നു. ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.